നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 13 പരം വർഷമായി ആയുർവേദ സ്മൃതി മെഡിറ്റേഷൻ മേഖലയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം നിരവധി വ്യക്തികൾക്ക് ഒരു നല്ലൊരു ലൈഫ്, ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ആയുർ സ്മൃതി സെന്റർ ഫോർ ആയുർവേദ സ്പെഷ്യലൈറ്റീസ് ആൻഡ് സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി. ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ഡോക്ടർ PI മുഹമ്മദ് ഷഫീർ തന്നെ നമ്മളോട് വ്യക്തമായി പങ്കുവെക്കും. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം വിരുന്നിന്റെ പ്രേക്ഷകമായി അല്പസമയം പങ്കുവെക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ PI മുഹമ്മദ് ഷഫീറിനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. വിരുന്നിൻ്റെ ഫ്ലോറിൽ നിരവധി ആയുർവേദ ഡോക്ടേഴ്സ് നമ്മളുടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പല മേഖലകളിൽ നിന്നുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രോഗ്രാം കണ്ട് അതിനുള്ള വ്യക്തമായിട്ട് അഭിപ്രായങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു ആയുർവേദ ചികിത്സയിൽ കൂടി തന്നെ അതിൽ ഉൾപ്പെടുത്തി തന്നെ ഒരു വ്യത്യസ്ത ചികിത്സാ മേഖലയിൽ കൂടിയാണ് ആയുർ സ്മൃതി എന്ന ഒരു താങ്കളുടെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സെൻറ്റർ ഫോർ ആയുർവേദ, അതുപോലെ തന്നെ സ്മൃതി മെഡിറ്റേഷൻ തെറാപ്പി. നമ്മുടെ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആദ്യം എത്തുന്നതിന് മുമ്പ് തന്നെ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയും. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ 2004 ബിരുദ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുകയും അതിനുശേഷം 2013 വീണ്ടും PG പഠിക്കാൻ കോളേജിൽ വീണ്ടും തിരിച്ചെത്തുകയും ചെയ്യുന്നതിനിടയിൽ കുറച്ച് നാളത്തെ പ്രാക്ടീസ് ചെയ്തൊരു അനുഭവത്തിൽ മനസ്സിലായ ചില ഇൻസൈറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് രോഗചികിത്സ എന്ന് പറയുന്നത് കേവലം ഔഷധങ്ങൾ നൽകുന്നതിനപ്പുറം ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്നത്. ഔഷധങ്ങളെക്കാൾ അപ്പുറം മനുഷ്യന്റെ മാനസിക തലങ്ങളും അതുപോലെ തന്നെ ആഹാരം, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ നല്ലതായിട്ടുള്ള ഒരു ശമനം പലപ്പോഴും സാധ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് PG പഠനകാലത്ത് 2013 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ തന്നെ യോഗയും ആയുർവേദവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി, അതിൽ ഔഷധങ്ങൾ ചേർത്ത ആഹാരങ്ങൾ ഉൾപ്പെടെയുള്ള അത്തരം ഒരു പഠനം, എൻ്റെ ഗവേഷണ പഠന യഥാർത്ഥത്തിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകളിൽ ഔഷധ കഞ്ഞികൾ എന്തുമാത്രം ഫലപ്രദമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. അങ്ങനെ ഔഷധങ്ങൾക്ക് അപ്പുറം ആഹാരവും അതുപോലെ തന്നെ മനുഷ്യന്റെ ദൈനംദിനമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അവരുടെ വിഹാരങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് രോഗശമനം എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ഒരു പഠന ഗവേഷണ പ്രവർത്തനങ്ങളുടെ കോളേജിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ മേഖലയിലേക്കുള്ള കടന്നുവരവിന് ഒരു കാരണം. യഥാർത്ഥത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഗവേഷണ പഠനങ്ങളും അതിൽ ഭാഗമാക്കാവുവാനും ഈ അവസരത്തിലേക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് അപ്പുറം നേരത്തെ സൂചിപ്പിച്ച പോലെ ഔഷധവും അതുപോലെ തന്നെ ആഹാരവും വിഹാരവും എല്ലാം സമന്വയിപ്പിച്ചിട്ട് അവിടെ എല്ലാം വേണ്ട കറക്ഷനുകൾ, മാറ്റം വരുത്തലുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി എന്തുമാത്രം ഫലപ്രദമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് പിന്നീട് എൻ്റെ പ്രാക്ടീസ് കുറച്ചുകൂടി ഈ മാനസിക തലങ്ങളും അതുപോലെ തന്നെ ആഹാരവിഹാരങ്ങളിലെയും കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് ഈ ഒരു പാത തിരഞ്ഞെടുത്തത്. ഡോക്ടറുടെ ഗവേഷണ കാലഘട്ടം, താങ്കൾ തിരഞ്ഞെടുത്ത ഒരു മേഖല വളരെ മികച്ച ഒരു ആയുർവേദത്തിലെ നല്ലൊരു കാര്യം തന്നെയാണ് താങ്കൾ തിരഞ്ഞെടുക്കുകയും താങ്കൾ അത് ഔഷധക്കഞ്ഞിയുടെ ഉപയോഗം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിന് എത്രമാത്രം ഒരു ഗുണകരമാകും അല്ലെങ്കിൽ ദോഷകരമാകും എന്നുള്ള ഒരു ഗവേഷണമാണല്ലോ താങ്കൾ ചെയ്തത്. തീർച്ചയായിട്ടും അതിൽ നിന്നും താങ്കൾ മനസ്സിലാക്കിയെടുത്തത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ കർക്കിടക മാസം വന്നുകൊണ്ടിരിക്കുന്നു, ഈ ഔഷധക്കഞ്ഞിയുടെ ഉപയോഗം കൂടുതലായി വരുന്നൊരു സമയമാണ്. എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? ആയുർവേദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയേക്കാൾ അപ്പുറം അതൊരു ജീവിത ശൈലിയാണ്. യഥാർത്ഥത്തിൽ ഈ ജീവിത ശൈലിയെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിന് ആഹാരത്തിലുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
ആയുർവേദത്തില് രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യന്റെ ദഹന ശക്തിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടാണ്. നമ്മൾ പറയുന്ന ദഹനശക്തി എപ്പോഴാണോ കുറയുന്നത് ആ സമയത്ത് യഥാർത്ഥത്തിൽ ദഹനം നടക്കാതെ വരികയും അങ്ങനെ നടക്കാതെ വരുന്ന സമയത്ത് പലപ്പോഴും ആമം എന്ന് പറയുന്ന ഒരു ആയുർവേദത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ആമം എന്ന് പറയുന്ന ഒരു അവസ്ഥ രൂപപ്പെടുകയും അതാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളതാണ് ആയുർവേദത്തിലെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. നമ്മൾ ഔഷധക്കഞ്ഞി പ്രയോഗിച്ചിരുന്നത് ഈ ആമം കാരണം ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആമാവസ്ഥയിൽ നമ്മൾ ഇന്ന് ആമവാദം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. ആമവാദം എന്ന് പറയുന്ന വാക്കില് ഈ ജോയിന്റുകളിൽ ഈ ഒരു ആമം വരികയും അത് ജോയിന്റില് സന്ധികളിൽ വേദനയും നീരും ഒക്കെ ആയിട്ട് ആളുകൾ വളരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്ന പനിയോട് കൂടിയിട്ടുള്ള ദേഹം നീരും ഒക്കെയും ദേഹത്ത് വളരെ വേദനയും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്ന ദഹനശക്തി തീരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ആമവാദത്തിൽ ഉണ്ടാവുക. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ദഹനശക്തിക്കുള്ള പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ദഹനശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഔഷധങ്ങൾ ചേർത്തുകൊണ്ടുള്ള കഞ്ഞി തയ്യാറാക്കുകയും ആ കഞ്ഞി നൽകിക്കൊണ്ട് അവരുടെ ഈ ദഹനശക്തി യഥാർത്ഥത്തിൽ ആമാവസ്ഥയിൽ നിന്ന് മാറ്റി യഥാർത്ഥ ദഹനശക്തിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതോടുകൂടി അവരിലുണ്ടായിരുന്ന ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പനിയാണ്. ഈ പനിയും ജോയിന്റിൽ വേദനകളുമാണ്. പനി നന്നായിട്ട് കുറയും, അതുപോലെ ജോയിന്റുകളിൽ വേദന കുറയും, അവർ സ്വാഭാവികമായിട്ടുള്ള അവരെ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയുണ്ടായി. ഇതായിരുന്നു ആ ഒരു പഠന ഗവേഷണത്തിൽ നമ്മൾ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ മരുന്നുകൾ കൊടുക്കാതെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മരുന്ന് ആവശ്യമുള്ളവർക്ക് അതിലേക്കും ചികിത്സ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മളിൽ എന്തുകൊണ്ട് അത് പിന്തുടരുന്നു, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിന്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രോഗങ്ങളുടെ കാരണം എന്താണ് എന്നുള്ള അന്വേഷണം വീണ്ടും മുന്നോട്ട് പോവുകയും രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ യഥാർത്ഥത്തിൽ നമ്മൾ അവസാനം ചെന്നെത്തി നിൽക്കുന്നത് എല്ലാ രോഗാവസ്ഥകളുടെയും അവസാന വാക്ക് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ചില വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് എല്ലാ രോഗാവസ്ഥകളുടെയും പിന്നിൽ ഒരു മാനസികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു തലമുണ്ടെന്നും ആ വൈകാരിക തലം തിരിച്ചറിയുന്നതോടുകൂടി നമുക്ക് ചികിത്സ വളരെ എളുപ്പത്തിൽ സാധ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ത്വഗ്രോഗവുമായിട്ട് വന്നിരിക്കുന്ന ആളുടെ വിശദമായിട്ട് അയാളുടെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ 10 വർഷം മുമ്പെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഏതെങ്കിലും ഇവന്റ്സ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിർണായകമായിരിക്കുന്ന ഒരു ഘട്ടം, വിവാഹത്തിന് ശേഷം ആണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, വിവാഹത്തിന് മുമ്പേ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അവർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ പുതുതായിട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില വൈകാരിക പ്രശ്നങ്ങളായിരിക്കും പതുക്കെ അത് സപ്രസ് ചെയ്യുമ്പോൾ അടക്കി വെക്കുമ്പോൾ പിന്നീട് ത്വക്കിലോ ഒരുപക്ഷെ ത്വഗ്രോഗമാവാം, ചില ആളുകൾക്ക് അലർജി പോലെയുള്ള സിംറ്റംസ് ആവാം, ചില ആളുകൾക്ക് വിട്ടുമാറാത്ത മൈഗ്രെയിൻ പോലെയുള്ളതാവാം, ചില ആളുകൾക്ക് അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആസ്മ പോലെയുള്ള കണ്ടീഷൻസ് ആവാം. അങ്ങനെ പല രീതിയിലുള്ള ശാരീരിക വ്യാധികൾ നമ്മളെടുത്ത് വരുമ്പോൾ ആ വ്യാധികളുടെ പിന്നാമ്പുറമുള്ള ഒരു കഥ നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാ രോഗികൾക്കും പറയാനൊരു കഥയുണ്ടാകും. ആ കഥയിലേക്ക് പോവുക എന്നുള്ളതാണ്, ആ കഥയുമായി ബന്ധപ്പെട്ട് അവരുടെ ഓർമ്മകളിലേക്ക് ആ രോഗിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ സ്മൃതി മെഡിറ്റേഷനിലൂടെ അവർക്ക് എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്ന് തിരിച്ചറിയിക്കുകയും ആ സെറ്റിലാവാതിരിക്കുന്ന ആ ഒരു ഇമോഷൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് തന്നെ ആയിരിക്കും മിക്കവാറും ആളുകൾക്ക് ഒരു പകുതി സമാധാനം കിട്ടുന്നുണ്ടാവാം. ആ തിരിച്ചറിവും അതിനുശേഷം അതിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അവർ തന്നെ മുൻകൈ എടുക്കുകയും അതോടൊപ്പം ആവശ്യമായിട്ടുള്ള രീതിയിൽ വളരെ കുറഞ്ഞ മരുന്നുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ചികിത്സ പൂർത്തിയാക്കാൻ പറ്റും. ഡോക്ടർ, അതുപോലെ ആയുർവേദയിൽ ഇനി നമ്മൾ മറ്റുള്ള ചികിത്സകൾ, മറ്റുള്ള രോഗങ്ങളെ തേടി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തേടി എത്തുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് നമ്മൾ മെയിനായിട്ടും ആയുർവേദത്തിലൂന്നി താങ്കളുടെ ചികിത്സാ സമ്പ്രദായത്തിലൂന്നി ചെയ്തു കൊടുക്കുന്നത്? നമ്മളിതിനെ 2 ഭാഗങ്ങളായിട്ട്
നമുക്കിതിനൊന്ന് തിരിക്കാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മൃതി മെഡിറ്റേഷനുമായിട്ട് അനുബന്ധമായിരിക്കുന്ന ചില അവസ്ഥകൾ. ചില അവസ്ഥകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂലകാരണം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രോഗിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതോടൊപ്പം ഒരു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു പാർക്കിൻസൺ രോഗം പോലെയുള്ള ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് കൈകാലുകളിൽ വിറയിൽ വരുന്ന പോലെ നമുക്ക് വളരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ നമുക്കൊരു പക്ഷേ അതിന്റെ ഒരു മൂലകാരണം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്തരം രോഗാവസ്ഥകളിൽ അവർക്ക് ബിഹേവിയറൽ തെറാപ്പി, യോഗയും ചേർത്തുകൊണ്ടുള്ള യോഗ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം സ്മൃതി മെഡിറ്റേഷൻ ചെയ്യും, യഥാർത്ഥത്തിൽ അതിന്റെ ഒരു മൂലകാരണം കണ്ടെത്തും, അതോടൊപ്പം ഔഷധങ്ങൾ നൽകും. ഔഷധങ്ങൾക്കൊപ്പം തന്നെ കുറച്ച് നാളുകൾക്ക് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ബിഹേവിയറൽ തെറാപ്പി എന്ന യോഗ ടെക്നിക്കുകൾ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം പൂർത്തിയാക്കുന്നത്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള കൗൺസിലിങ്ങുകൾ, ഇപ്പോൾ അവരുടെ ഇന്റർപേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കാം, വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, പാരന്റിങ്ങിലെ പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ കൗൺസിലിംഗ് ആവശ്യമുള്ള കേസുകളിലും നമുക്ക് സ്മൃതി മെഡിറ്റേഷൻ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക നമ്മൾ സ്റ്റക്കായി പോകുന്ന പല ലൈഫിലെ സന്ദർഭങ്ങളിലും ഒരുപക്ഷെ അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ നമ്മൾക്ക് ഏതൊരു ഘട്ടത്തിലും നമ്മളൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീലിൽ നമുക്ക് ഇന്ന് പുറത്തു വരാൻ എന്താണ് യഥാർത്ഥ കാരണം തിരിച്ചറിയാനുള്ള ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടൂളാണ് സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് അനുബന്ധമായിട്ടുള്ള ചികിത്സകളാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആനോറക്ടൽ ഡിസീസ് എന്ന് പറയുന്ന പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകളിൽ ആയുർവേദ ചികിത്സയാണ്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്മൃതിയിലേക്ക് എത്തുമ്പോൾ സ്മൃതി മെഡിറ്റേഷൻ, അതുപോലെ തന്നെ യോഗ, അതുപോലെ തന്നെ ആയുർവേദം, എല്ലാവിധ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ചു വരുന്നു. നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഡോക്ടർക്ക് ചുരുങ്ങിയ വാക്കിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചികിത്സയിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ തൊലിപ്പുറത്തെ ചികിത്സ എന്ന് പറയുന്ന പോലെ അന്നേരമുള്ള ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുക, തലവേദനയ്ക്ക് അന്നേരം ഒരു മരുന്ന് കഴിക്കുക എന്നുള്ളതിലപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ്. തലവേദനയുടെ യഥാർത്ഥ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബത്തിലെ വഴക്കാണെങ്കിൽ ആ വഴക്ക് പരിഹരിച്ചാൽ മാത്രമേ ആ തലവേദന മാറുള്ളൂ. അതല്ലാതെ നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചുകൊണ്ട് ആ തലവേദന മാറാൻ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്നതോട് കൂടി എന്നേക്കുമായിട്ട് ആ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ആയുർവേദ സമയത്തോളം നമ്മളുടെ ക്ലയന്റുകളായിട്ട് വരുന്ന ഒരു പകുതിയോളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ടാണ് സെഷൻ എടുക്കാറുള്ളത്. അപ്പോൾ പല രാജ്യങ്ങളിലും ഔഷധ ലഭ്യത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഔഷധങ്ങളില്ലാതെ പോലും അവരവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ പദ്ധതി എന്നുള്ള രീതിയിൽ ലോകത്ത് എവിടെ നിന്നുകൊണ്ടും ഏത് ദേശത്ത് ഏത് ടൈം സോണിൽ നിന്നുകൊണ്ടും ആയുർസ്മൃതിയുടെ സേവനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം. തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ സേവനം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന പ്രേക്ഷകർക്കായാലും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഡോക്ടർ, ഇനി ഫാമിലി വിശേഷങ്ങളിലേക്ക് വന്നാൽ ഭാര്യ ഡോക്ടർ AP ബാസിമ, അവരും എൻ്റെ കൂടെ ആയുർസ്മൃതിയുടെ കൂടെ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്മൃതി മെഡിറ്റേഷൻ്റെ ഭാഗങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഏരിയ. ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത് ആനോറക്ടൽ ഡിസീസ്, അതായത് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയിട്ടുള്ള അത്തരം രോഗങ്ങളും സ്പോർട്സ് ഇഞ്ചറികളും ചേർന്നിട്ടുള്ള അത്തരം ഭാഗങ്ങളാണ് ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. ഡോക്ടർ, വളരെയധികം സന്തോഷം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾക്കും സമ്മാനിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആയുർ സ്മൃതിയുടെ ഇനിയുള്ള ഒരു യാത്ര, ഒരു വിഷൻ എന്താണ്? ആയുർസ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചികിത്സാ പദ്ധതി ലോകത്ത് എന്തുമാത്രം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇനിയുള്ള ഒരു ചാലഞ്ച്. നിരവധി ആൾക്കാർ നമ്മുടെ ഈ ഒരു സമൂഹത്തിനുണ്ട്. അവർക്ക് നമ്മുടെ ഈ ഒരു സെൻറ്റർ കൊണ്ട് അവർക്കൊരു പൊതുജീവിതം സമ്മാനിക്കാൻ താങ്കൾക്കും ഈ ഒരു സെൻറ്ററിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം
വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.